പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. 2025 മാർച്ച് മാസം 2-ാം തീയതി ആമേൻ, ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണിത്. സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനം. അപ്പം നമ്മളെ തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പ്രഭാതത്തിൽ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമാണ് നമ്മൾ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയാം. എല്ലാവരും കൈകളെ ഉയർത്തി. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്ത് 1-ാം തീയതി പകൽക്കാലം അത്ഭുതമായി നടത്തിയ കർത്താവിന് കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ശബ്ദം ഉയർത്തി പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് ആമേൻ, കർത്താവിന് സ്തോത്രം. പിന്നെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവേ രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ എഴുന്നേൽപ്പിച്ചത് കർത്താവിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതമായി നടത്തുന്ന കർത്താവിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 34-ാം സങ്കീർത്തനത്തിൽ ആമേൻ, അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്നുമായി യഹോവയെ മഹിമപ്പെടുത്തുവീൻ. കർത്താവിൻ്റെ നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ഇന്ന് പ്രഭാതത്തിൽ ഈ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ, കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുവാൻ സ്വർഗത്തിലെ അപ്പം നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയമാണ്. ഈ സമയത്ത് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാ. നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒന്നുകൊണ്ടൊന്ന് സ്തോത്രം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഈ മാർച്ച് മാസം 2-ാം തീയതി പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ലഭിച്ച ഈ അവസരത്തിൽ ഒന്നുകൊണ്ടൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട്, നടത്തിയ വിധങ്ങൾക്കായിട്ട്, സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അപ്പൻ്റെ കൈകളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ ശക്തി, രോഗത്തിൻ്റെ ആത്മാവ്, രോഗബന്ധനം നസറനായ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുന്നു. നിന്റെ മക്കളെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ ശരീരത്തിൽ അത്ഭുതം സംഭവിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കിഡ്നിയിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റോണുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ അപ്രത്യക്ഷമായി പോകട്ടെ. കിഡ്നിയിൽ ഉണ്ടായിരിക്കുന്ന സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ. നിർജീവമായിരിക്കുന്നത്, പ്രവർത്തനരഹിതമായിരിക്കുന്ന കിഡ്നികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കട്ടെ. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലേക്കും ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹോ, താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ ജീവൻ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഇപ്പോൾ അത്ഭുതം സംഭവിക്കുന്നതിന് നന്ദി. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ, വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. അവരുടെ മേലും അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മറ്റെല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാണ്. ഇന്ന് സൺഡേ ആണല്ലോ, ലോകത്തെമ്പാടും കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവെ, വലിയ കാര്യങ്ങളെ ചെയ്യണമേ, വലിയ പ്രവൃത്തികളെ ചെയ്യണമേ. ദൈവത്തിൻ്റെ ആത്മാവെ, ഇന്ന് വലിയ കാര്യങ്ങൾ ലോകത്തെമ്പാടും അങ്ങ് ചെയ്യുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഇന്ന് ലോകവ്യാപകമായി കാണുവാൻ കർത്താവ് സഹായിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മാവ് പ്രവർത്തിക്കുന്നതിന് നന്ദി. വലിയ കാര്യങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവെ അങ്ങ് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച്
പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിച്ച നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടാകും. നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. 1. 2, നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച നന്മകളെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. അതോടൊപ്പം തന്നെ അവരെ എൻകറേജ് ചെയ്യുക. നാളെ വൈകിട്ട് ലേറ്റ് ആകാതെ നേരത്തെ ഇന്നേ ടൈം തന്നിരിക്കുക, പ്ലാൻ ചെയ്ത് നാളെ നേരത്തെ തന്നെ സമയത്തിന് ജോയിൻ ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം, സൂമിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ 2025 മാർച്ച് എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ മാസമാണ്. ദൈവവുമായിട്ടുള്ള അസാധാരണമായ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി കർത്താവ് നമുക്ക് വേർതിരിച്ച് തന്നിരിക്കുന്ന മാസമാണ് ഈ മാസം. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പോൾ എങ്ങോട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഷെയറിങ് ടുഗദർ, പാർട്ട്ണറിങ് ടുഗദർ. അവൻ ഒന്നിച്ച് ഷെയർ ചെയ്യുവാൻ, ഒന്നിച്ച് പങ്കിടുവാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുകയാണ് കർത്താവ്. അപ്പോൾ ഈ മാസം നമ്മൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് കർത്താവിനോട് കൂടുതൽ അടുത്ത് നടക്കുമ്പോൾ ആ കർത്താവിലുള്ളത് നമ്മളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. കർത്താവിലുള്ള മഹത്വം നമ്മളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ തുടങ്ങും. കർത്താവിൻ്റെ ശക്തി നമ്മളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ തുടങ്ങും. കർത്താവ് ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതൊക്കെയും നമ്മളിലൂടെ ആ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ ആ ഒരു കൂട്ടായ്മയ്ക്ക് തയ്യാറാകാത്തത് കൊണ്ട്, ആ ഒരു ഫെലോഷിപ്പിന് വേണ്ടി തയ്യാറാകാത്തത് കൊണ്ടാണ് നമ്മളിലൂടെ അത് ഗ്ലോറിഫൈഡ് ആയിട്ട് വരാത്തത്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാത്തത്. എന്നാൽ ഈ മാസം വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ഇതൊരു കൂട്ടായ്മയുടെ മാസമായി തീരട്ടെ. കർത്താവുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന മാസമായിരിക്കും. ആമേൻ. പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും കർത്താവിനോടൊപ്പം അധികമായി ചെലവിടുന്ന ഒരു ദിവസങ്ങളായി മാറണം ഈ മാസങ്ങൾ. ഇന്ന് 2-ാം തീയതിയായി. ഇനിയും ഏകദേശം 30 ദിവസങ്ങളാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികമായി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതിനേക്കാൾ അധികമായി എന്നല്ല, ഒരു സിസ്റ്റമാറ്റിക് പ്രെയർ ലൈഫ് നമുക്കുണ്ടാകണം. അതാണ് ഫെലോഷിപ്പ്. നമ്മൾ നമ്മുടെ സമയത്തിനകത്ത് ഒരു കൃത്യത പുലർത്തുന്നു. ഇന്ന സമയം ഞാൻ കർത്താവിനോടുകൂടെ ഇരിക്കുവാൻ മാറ്റിവെക്കും. കഴിഞ്ഞ മാസം മാറ്റിവെച്ചതിനേക്കാളും അധികമായി മാറ്റിവെക്കും. അതിനകത്തൊരു പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അത് ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ ആദ്യം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്ത് നമ്മൾ കർത്താവിന് സ്തോത്രം പറയുന്നു. നമുക്ക് തന്ന ആരോഗ്യത്തിനായിട്ടും കുടുംബജീവിതത്തിനായിട്ടും ദാനം തന്ന കുഞ്ഞുങ്ങൾക്കുമായിട്ടും ഭൗതിക ആത്മീക നന്മകൾക്കായിട്ടൊക്കെ നമ്മൾ കർത്താവിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനുകൾ, അതായത് യേശു ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറി, ദൈവിക കുടുംബത്തിൻ്റെ അംഗങ്ങളായി മാറി, സ്വർഗീയ ഭവനത്തിന് അവകാശികളായി മാറി. ഇങ്ങനെ ആ എഫേസ്യ ലേഖനത്തിലും ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന പദവികൾ, ക്രിസ്തുവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പദവികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് കഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട്. ദൈവം ആരെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ വാക്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനെ ആരാധന അർപ്പിക്കുക. പരിശുദ്ധൻ നിത്യനായവൻ, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടാണ്. അപ്പോൾ 1-ാമത്തെ സെക്ഷനിൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദൈവം ചെയ്ത നന്മകൾക്കും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പദവികൾ, അതായത് ആത്മീകമായി ക്രിസ്തുവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പദവികൾക്കായിട്ട് സ്തോത്രം ചെയ്തു. അതിനകത്ത് ദൈവം ആരാണെന്നുള്ള ആ ചിന്തയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കണം. അതോടൊപ്പം തന്നെ കാൽവരിയിൽ തന്ന ജയത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനായിട്ടും അനേക അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അതിനുശേഷം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്തൃ പ്രാർത്ഥനയിലും യേശു പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ആ പ്രയറിൻ്റെ ഫോർമാറ്റ് തരുമ്പോൾ പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. കർത്താവേ, ഞാൻ ആയിരിക്കുന്നിടത്ത് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം, സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം. മനുഷ്യൻ്റെ ഇഷ്ടമല്ല, ലോകത്തിൻ്റെ ഇഷ്ടമല്ല, ശത്രുവിൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിൽക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുവാനും അവർ രക്ഷയിലേക്ക് വരുവാനും നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം ഹല്ലേലൂയ, നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉണ്ടാകാം, അത് നമുക്ക് കർത്താവിനോട് പറയാം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രൊക്ലമേഷൻസ്. ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ശക്തിയോടെ വിളിച്ചു പറയണം. അങ്ങനെ ഒരു പ്രത്യേക സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമുക്ക് ഇരിക്കുവാൻ കഴിയും. ദൈവവചനം ധ്യാനം ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവവചനം ധ്യാനിക്കണം. സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കണം. പ്രെയർ വാരിയേഴ്സുമായിട്ട് കണക്റ്റഡ് ആകണം. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നടക്കണം. പ്രാർത്ഥിക്കുന്നവരെ കണ്ടെത്തി അവരോട്
അവരോടൊപ്പം ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുക, അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഫോൺ വിളിച്ചാണെങ്കിലും ആരോടെങ്കിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ 2025 വലിയ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും കേട്ടോ. 2025 വലിയ അനുഗ്രഹങ്ങളിലേക്ക് പോകാൻ കഴിയും. ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തെ അസാധാരണമാക്കി തീർക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ആമേൻ ഓർപ്പിക്കാനുള്ളത്, ഈ മാസം കർത്താവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാകട്ടെ. ഫെലോഷിപ്പ്, പിതാവായ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഫെലോഷിപ്പ്, പുത്രനായ യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടുതൽ അടുത്തു വരുവാൻ, കൂടുതൽ ശക്തീകരിക്കുവാൻ ഈ മാസം ഇടവരുത്തട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഈ മാർച്ച് മാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാധാരണ ഫെലോഷിപ്പിൻ്റെ മാസമായി മാറട്ടെ. ആമേൻ. കർത്താവുമായിട്ടുള്ള വലിയ ബന്ധം ആമേൻ അത് സ്ട്രോങ് ആയി മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.